ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ്, റീൽസ് അല്ല. പിന്നെ മറ്റേ റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് 3 സ്ഥലം കിട്ടിയിട്ടുണ്ട്. 3 സ്ഥലം എന്ന് വെച്ചാൽ ഒന്ന് അങ്ങനത്തെ ഒരു സ്ഥലം, ഒന്ന് ഇങ്ങോട്ട് നോക്കി ഗൈസ്, ഒന്ന് അങ്ങനെ 3 സ്ഥലമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഇത് എന്താ ഈ ഒരു ഭാഗത്ത് പേരയാണോ അതെന്ത് സംഭവം അല്ല ഇത് മരൻ്റെ ഒരു പാർട്ട് അങ്ങനെ എന്തോ. അവിടെ വേറെ എന്തൊക്കെയോ കാണില്ലേ. അപ്പം 3 സ്ഥലം നല്ലല്ലേ, 4 സ്ഥലം ഉണ്ട് തോന്നുന്നു. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമുള്ളത് തോന്നുന്നു ഗൈസ്, ഒരു ലാഗ് അടിച്ചമാതിരി ഒക്കെ എന്തായാലേ അത് തോന്നുന്നു. 4 സ്ഥലം, ഒന്ന് ഇങ്ങനത്തെ, ഒന്ന് മറ്റേ പച്ചപ്പില്ല സ്ഥലം, ഇതിൻ്റെ കൂടുതൽ രീതിയിൽ പച്ചപ്പില്ല സ്ഥലം. മറ്റേ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും ശരിയില്ല, ലേഗ് അടിച്ചിട്ടുണ്ട്. അത് ശരി, ഫുള്ള് ലേഗടിയാണ് ഗൈസ്, ഫുള്ള് ലേഗടിച്ച്. ഈ ലേഗടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ട് ഗൈസ്. ഇത്രമാത്രം പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഉണ്ടോ? നമുക്ക് 3 സ്ഥലമാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഇങ്ങനത്തെ സ്ഥലം, വേറെ സ്ഥലം ഉണ്ടല്ലോ, സാൻഡിൻ്റെ സ്ഥലം. സാൻഡ് 15 ഗ്ലാസ് ഉണ്ടാക്കണം അതിൻ്റെ. വഹിച്ച 5-6 സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി പോകേണ്ട അതേ മലൻ്റെ കയറി പോകണം നമുക്ക് നമ്മുടെ വില്ലേജിൽ എത്താൻ. നമ്മളെ വില്ലേജിൽ എത്തട്ടെ. കാരണം വില്ലേജിൽ എത്തുമ്പോൾ അതിന് പിരാന്താവും. കാരണം എന്താ വെച്ചാൽ ആ ലേഗ് അടിച്ചിട്ടുണ്ട് ആയിട്ടാണ് ഗൈസ്. വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര പുറത്ത് ഭയങ്കര മഴയാണ്, പിന്നെ ഉള്ളിൽ കയറിയാണ്. കാരണം കണ്ടിട്ട് ഗൈസ്, ആകെ ഒരു ഫോഗ് അടിച്ചാൽ മതി. ആരെ ചോദിച്ചാൽ ഒരു പുറത്താടി വരുന്ന ചോദിച്ചു. വില്ലേജിനെ മനസ്സിൽ പേടിപ്പിച്ച് കൊല്ലത്. ഇത്രക്ക് പേടിച്ചിട്ട് തന്നല്ല, എന്നാലും ഒരു എന്തോ മാതിരി തോന്നിച്ചു. എന്താ പറയാൻ ചോദിച്ചാൽ കയറി വരുന്നേ. ആരെ ചോദിച്ചാദ്യം പറയാൻ പാഞ്ഞ് കയറി വരിക. എൻ്റെ കുറച്ച് കുറ്റം പറയേണ്ടി വരുന്നുണ്ട്. പോൺ എന്താ സാധനമല്ലോ, ഇതാ പിന്നെയും കയറി. അനക്ക് എന്താ സംഭവം? എനിക്ക് എന്താ പ്രശ്നം? ഞാൻ അങ്ങനെ പരിപാടിക്കൊന്നുമല്ല. പോ എന്നിട്ട് ആ മഴയാണ് പോകണില്ലല്ലോ. കുറച്ച് പോകുന്നു എന്നൊരു സംശയം. പോയില്ലേ? ഇനി പോയിട്ടില്ലേ? പോയിച്ച നമുക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, പോട്ടെ. ഇനി നമുക്ക് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ
ഈ കാണുന്ന മരങ്ങളൊക്കെ വെട്ടിയെടുക്കണം. പക്ഷേ ഇത് മരങ്ങൾ മൊത്തം ഇഞ്ഞെ കൊണ്ട് ഒറ്റക്ക് കഴിയുമെന്ന് അറിയില്ല ഗൈസ്. നോക്കണം, ഇത്രയും മരം വെട്ടിയെടുക്കാന്നാല് നമുക്കിവിടെ ഈ മരങ്ങൾ മൊത്തം വെട്ടിയെടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പെരണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്ഥലം വേണ്ടേ? അല്ല, മരത്തിൻ്റെ മുകളിലൊക്കെ പെരണ്ടാക്കിയാൽ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ വേണം. സ്റ്റോറേജ് ഏരിയ കാണാം, പിന്നെ എൻചാൻറ്റിങ്ങിൻ്റെ സ്ഥലം വേണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഈ സ്ഥലത്ത് ഇങ്ങനെ നടക്കാൻ നോക്കാം. ഈ മരം വെട്ടണം, ഈ കാണുന്ന സ്റ്റാൻഡേർഡൊക്കെ മുറിച്ച് മാറ്റണം, മണ്ണൊക്കെ ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റണം. ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. എന്തപ്പോൾ ചെയ്യുക? ഈ മുഴുവൻ മരം വെട്ടണ്ട. ഈ കാണുന്ന ഈ പാറ പോലത്തെ പൊന്തിക്കുന്നതില്ലേ, അത് അവിടുത്തെ മാത്രം മരം വെട്ടിയെടുക്കുന്നുണ്ട് ആണ് നിരത്തി വെക്കുന്നുണ്ട്. ബ്ലോക്കൊക്കെ എടുത്തിട്ട് മാറ്റുക. അതിനുള്ള പരിപാടി നമുക്ക് പറയാൻ നോക്കാം. എൻചാൻറ്റിൻ്റെ എൻചാൻറ്റിങ് അല്ലേ. നമുക്ക് എന്താ ടൂൾസ് ഉണ്ടാക്കണം. ടൂൾസ് നമുക്ക് വുഡ് വേണമല്ലോ. വുഡല്ല, സ്റ്റോൺ വേണം കേട്ടോ. വുഡ് ആയിട്ടില്ല കാര്യമില്ല. അപ്പോൾ കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് പോരാ കേസ് ഞാൻ. പക്ഷെ അത് കളക്ട് ചെയ്യാൻ വേണമല്ലോ ഒരു പിക്കാക്സ്. നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് മതിയാകും, ഒന്ന് മതി, പിന്നെ ധാരാളം. ഇത് പൊട്ടണ അത്രയും നമ്മൾ എടുക്കും. ഏതായാലും ഈ ഒരു ഭാഗം നിരത്താൻ പോയല്ലേ, അവിടുത്തെ കല്ല് തന്നെ പോയി എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് പോരാം. അപ്പോൾ കേസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് കോള് കളക്ട് ചെയ്ത് നോക്കാം. എത്ര ക്വാളിറ്റി? അതൊരു വെള്ളമോ അല്ല, 2 ഉണ്ട്. പക്ഷേ നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം. ഇത് കളക്ട് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. പക്ഷേ ഇതേ കളിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇതാണ് ഇതൊരു പ്രശ്നമില്ല. വേറെ ഒരു കാര്യത്തിനും നമുക്ക് പ്രശ്നമില്ല ഗൈസ്. ഈ ഒരു ലേഖടി അത് മാത്രമാണ് നമുക്ക് പ്രോബ്ലമൊക്കെ മാറ്റിയിട്ട് മാറ്റാൻ തോന്നുന്നില്ല. പരമ്പരാഗതമായിട്ടുള്ള ലേഖടിയൊക്കെ നടക്കട്ടൊക്കെ. പക്ഷേ ഇങ്ങനെ കളിച്ചാൽ മാത്രം പോരല്ലോ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കണം കേസ്. അളവും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് എത്ര സ്ഥലം ഉണ്ടാക്കട്ടെ. ഈ ഓരോ ചെറിയ മല പോലത്തെ സംഭവമില്ലേ, അതുപോലെയാണ് നോക്കണം കേട്ടോ. അപ്പുറത്തേക്ക് പോയോക്കട്ടെ. ആരുണ്ടല്ലോ, മറ്റേ ഡെലിവറി വില്ലേജർ, അങ്ങനെന്തായാലും പേര് എന്തിരാട്ടെ. ഇനി ഇന്ത്യയിലൊരു കുന്നാകുമ്പോൾ അവിടെയാണ് അത് ഗൈസ്. ഒരു ചെറിയൊരു കുന്ന് പോലെയാണിത്. അയ്യോ, അത്ര ഒന്നുമില്ല, എന്നാലും അപ്പുറത്തൊരു
തോടാണ് കേസ്. തോടൊന്നുമില്ല, പഴയ പൊയ്യലും തോടില്ല, ചെറിയൊരു കുളം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച മാതിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ കുന്നും നല്ല മരങ്ങളൊക്കെ വെട്ടിയെടുക്കണ്ടേ, എങ്ങനെ വെട്ടിയെടുക്കും അതൊക്കെ ആലോചിച്ചാണ് പേന്. ആകാശം മുട്ടോളം വലിപ്പമുള്ള മരങ്ങളൊക്കെ വെട്ടി മുറിച്ചെടുക്കുക പറഞ്ഞാലേ കഷ്ടപ്പാട് തന്നെയാണ്. ഇവനെ കുറച്ച് പേടിച്ചാണ് കേസ്. ചിലപ്പോൾ നമ്മള് പണി എടുക്കുന്ന നേരത്തെ കയറി വരുന്നുണ്ട്. കയറുന്നുണ്ട് ചില യൂട്യൂബ് വീഡിയോയിലാണ് ചിലവരിങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ പോവുക, മൈൻഡ് ചെയ്ത് പോണ അടിയിലുണ്ട്. പെട്ടെന്നാണ് വരുന്നത്, പാഞ്ഞ് വരുന്നുണ്ടാവുമ്പോൾ പാഞ്ഞ് വരില്ല, പെട്ടെന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് മുന്നിൽ വരും. ചെറുതായിട്ട് ഇങ്ങനെ പേടിച്ചു, കാരണം ഇരുട്ടുള്ള ഭാഗത്തുമാണ്, എന്തൊക്കെ ഒരു വിചിത്രമായിട്ടുള്ള സൗണ്ടും ഉണ്ട്. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് കയറി വരുമ്പോൾ ആരാരും പേടിച്ചില്ലേ. ഞാൻ അങ്ങനെ കണ്ടത്. അപ്പോൾ നമുക്ക് വർത്താനം പറയാനൊന്നും നേരില്ല, നമുക്കിത് മൊത്തം കളക്ട് ചെയ്തിട്ട് പോരാ കഴിച്ചു. അപ്പോൾ കഴിച്ച് നമ്മളതിലില്ല മുട്ടിയിട്ടില്ല, അത് പോയി മുട്ടിയിട്ടില്ല, വിക്കാക്സ് പൊട്ടി. ഇത്രയും ഭാഗം കളക്ട് ചെയ്തും ചെയ്തു. ഇവിടുന്നൊക്കെ വെട്ടി നുറുക്കി. എത്ര ആയി നോക്കട്ടെ, 58. നമ്മൾ എൻജോയ് ടേബിൾ അവിടെ അടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനത് നോക്കിയില്ല. ഞാൻ വുഡ് എന്തെങ്കിലും അരിച്ചത്. ഓ മൈ ഗോഡ്, ഇരുട്ടാവുന്നത് അവിടെ അല്ലേ വേണ്ടല്ലേ. നമുക്ക് കടന്നു തുടങ്ങിയിട്ടേ പരിപാടി നോക്കാം. കടന്നു തുടങ്ങി അവൻ്റെ പരിപാടി നോക്കിയില്ലേ പ്രശ്നമാണ്. കാരണം ക്രീപ്പറുകളുണ്ടാവും, സോംബികളുണ്ടാവും, സ്കെൽട്ടൺ ഉണ്ടാവും, നെതർമാൻ ഉണ്ടാവും. എൻഡർമാൻ ഉണ്ടാവും. അത് നമുക്ക് പണിയാണ്. അപ്പം ഏതായാലും ഇപ്പം എന്താ നേരം പഠിച്ചാല് ഇനിയിപ്പോൾ വേറെ പേടിച്ചാണെന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഭയങ്കര ചൊറി ഗൈസ്. ഇത് മൊത്തം മൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രാന്താവില്ലേ ഗൈസ്. അപ്പുറത്ത് ഗൈസ് പക്ഷികളുണ്ട്. ആ പക്ഷികളവിടെ മറ്റേ ഇരുമ്പ് സീറ്റിനെ കൊട്ടിക്കളിച്ച് കാണുന്നുണ്ട്. ഓരോ ഡാൻസും പരിപാടിയാണ് അവിടെ തോന്നുന്നത്. ഭയങ്കര കൊട്ടലാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റത് ഓരോ കൊട്ടണ സൗണ്ട്. കിളികളെ കൊണ്ടൊക്കെ വായിക്കണം. ഇതൊരു മൊത്തം കളക്ട് ചെയ്യട്ടെ. മുകളിലത്തൊക്കെ അല്ലേ, മേൾഭാഗത്തിലൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ
അപ്പോൾ ഗൈസ് 129 129 അല്ല 132 കിട്ടിയിട്ടുണ്ട്. 132 കല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇത് മതിയാവുമെന്ന് വെച്ചാൽ പണി എടുക്കാൻ ഇത് മതി, ധാരാളമാണ്. നമുക്ക് ബിഗ് എക്സും ഷവറൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ധാരാളമാണ്. ഇപ്പം നമുക്ക് കോടാലി ഉണ്ടാക്കാം. കാരണം നമുക്ക് ഞാൻ അതാണോ വേണ്ടിയത്. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്നിട്ട് ഈ കല്ലിൽ നാരൊടുക്കുക. ഇതിങ്ങനെ ഉണ്ട്. എന്താ വർക്കാകത്ത്? ഓക്കെ. പക്ഷെ ഇത് പോരല്ലോ. ഇത് ചെല്ല് നേരത്തെ വർക്കാവും, ചെല്ല് നേരത്തെ വർക്കാവില്ല കേസ്. ഇത് ഇങ്ങനൊരു സാധനമാണ്. ഓക്കെ, നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് കൂടി വേണം. സ്റ്റോറേജ് ബോക്സ് ഇങ്ങനെ കാട്ടണമെന്നില്ല, ഇങ്ങനെ കാട്ടിയാൽ പോലെ വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ കാണാം അങ്ങനെ തൊടുമ്പോത്തിന് വരുന്നു. ഇപ്പോൾ വരുന്നുമില്ല. ഉണ്ടാകാനായിട്ട് വെറുതെ മനസ്സിലായി വരുന്ന ഭ്രാന്താണൊക്കെ. ഈ ലേഖ അടിച്ചിട്ടാണോ? അല്ല വെച്ച് ഇങ്ങനെ ആട്ടില്ല, വെറുതെ മനസ്സിലെ ഭ്രാന്താക്കുന്ന മാറിപ്പോയി. നമുക്കൊന്ന് ഇതല്ലാണ്ട് ഇവിടേക്ക് നേരെ കല്ല് കല്ലല്ല വിട്ട്. ഇപ്പോൾ തൽക്കാലത്ത് ഇവിടെ വെക്കാല്ലേ. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഇതാണ്. നിങ്ങളുടെ ഫുഡ് നമുക്ക് കഴിയുന്നട്ടെ. ഈ മരം കജിരുന്നുണ്ട്, കാരണം ഇത് നമുക്ക് കളയാമല്ലോ. അത് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ നമുക്ക് കയ്യിൽ വേണ്ടാത്ത അത് നമുക്ക് അതൊക്കെ നമുക്ക് വഴിക്ക് ഇടാൻ. മറ്റേ അങ്ങോട്ടൊക്കെ അസ്ഥി കൂടെ അസ്ഥിമേന് ഞാനല്ല വാട്ടർ സോമ്പിൽ വരുന്നത് കേസ്. അല്ല ഇവരെ ഒരു തൃശ്ശൂരിനെ പോലത്തെ സംഭവം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് വേറെ ആളാണ് തോന്നുന്നത് കേസ്. വരില്ല. ഇതാക്കണം ഇവിടെ ഒരാളെത്തുന്നു. ആരെ നോക്കിക്കണേ? ഇനി അല്ല ഞാനല്ല അപ്പോൾ ചെറുതായിരുന്നു കാളി കഴിച്ച് ഞാൻ വിരിച്ചു. ഓന് തല്ലാൻ വരിക വിരിച്ച്. ഓനെ തല്ലിയപ്പോ തിരിച്ചല്ലാൻ വന്നത് വിരിച്ചതിന്. അപ്പോട്ടെ നമുക്ക് ഈ മരങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇപ്പോൾ വരെ കഴിക്കുന്നത്. ഈ മരം മൊത്തം വെട്ടാൻ കഴിയുമോയെന്ന് വെച്ചറിയില്ല, നോക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ വെട്ടിയെടുക്കാൻ കഴിയും ഓരോക്കെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഡെറ്റായിട്ടുണ്ട്. ഡെറ്റാക്കിയത് മറ്റേ തൃശ്ശൂലക്കാരനാണ് ഗൈസ്. മറ്റേതും കൊണ്ട് വന്നിണ് വേറെ അങ്ങനായിട്ട് കണ്ടോ. ഒറ്റ കൊല്ലല് നല്ല തന്നെ
വേറെ ആളെ കയ്യിൽ നിന്ന് അടിയിട്ട് വാങ്ങി വന്നിട്ടുള്ളൂ ഞാൻ. അതിലൊക്കെ വേറെ ആൾക്കാർ ഓരോരുത്തരുമാരിട്ട് വരുന്നു. ഞാൻ ഇവരോടൊക്കെ എന്ത് ചെയ്തു? എന്ത് തെറ്റ് ഞാൻ ഇവരോടൊക്കെ ചെയ്തോ? ഇവിടെ നിന്നാണ് മരം വെട്ടീനാണ് വലിയ കടന്ന്. പിന്നെ ഈ ചെയ്തൊക്കെ വേറെ പണിയല്ലോ, പോയി കടന്നുറങ്ങടാ പോയിണ്ട്. ഈ പാവം പിടിച്ചവനെ വെറുതെ തൃശ്ശൂരം കൊണ്ട് വെട്ടിക്കൊല്ലണ. എവിടെ ഫുഡൊക്കെ പോയി? എന്താ വെയിലും കൊണ്ടിട്ട് ചാണില്ല ഗൈസ്. ഏതായിട്ടൊക്കെ ഞാൻ തിന്നാൻ നോക്കണം. ഇതൊക്കെ അടുത്താണ് തിന്നാൻ നോക്കണം ഗൈസ്. പോയോ കാടെ തിണ്ടി ഇനി പണിയെടുക്കാനായിക്കോട്ടെ ഗൈസ്. എല്ലാവരും എന്ത് ചെയ്യുക? ഇവിടുന്ന് പുറത്ത് കറങ്ങിയാൽ മറ്റു തൃശ്ശൂരുകാരൻ അവൻ്റെ കുന്തമടിയിട്ട് ഞാൻ എറിഞ്ഞു കൊല്ലു. അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ പരിപാടി നടക്കൂല. അതിൻ്റെ ലേഖ അച്ഛനോടാണ് അടി ഇപ്പോൾ അവനെ കൊല്ലാൻ പോയി എനിക്ക്. പിന്നെ ഞാൻ ഷീറ്റ് ഉണ്ടാക്കി. ഞാൻ അത് വേറെ സ്ഥലത്താണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അത് സ്ഥലം തെറ്റിയോണ്ടല്ല വഴി തെറ്റിയോണ്ട് നമുക്ക് ഒളിച്ചോക്കളൊക്കെ വേണ്ടി നടന്നുണ്ട്. അങ്ങോട്ട് പോകാനും വെച്ചാൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ. ആണ് ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഒളിച്ചിരിക്കാൻ അവനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരട്ടെ. ഞാനൊക്കെ കൊന്നിട്ട് പോരാ ഗൈസ്. ഗൈസ് കൊച്ചുമുണ്ട ഞാൻ തല്ലാൻ പേരുണ്ട് ഗൈസ്. മുമ്പ് വാട്ടർ സോങ് ചെയ്തോ കൊച്ചുമുണ്ട. എവിടെ ഉണ്ടോ? അഞ്ച് സ്ഥലത്ത് പോകാനും പേടി. കൊച്ചുമുണ്ട പെട്ടെന്ന് വരികയാണിത്. ഒരാളില്ലെങ്കിൽ ഒരാൾ. ഈ ലോകത്ത് എന്ത് ലോകമാണിത്? നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ടാണിത്. ഇവരൊക്കെ വരുന്നത്. എല്ലാവർക്കും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യേണ്ടത് ഗൈസ്. ഇട്ടാണ് ഇപ്പോൾ ഞാൻ തുരത്തി വരുന്നത് തല്ലാനായിട്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ ഈ കൊച്ചുമുണ്ടൊക്കെ ഞാൻ തല്ലാൻ വരും. സൗകര്യമല്ല ഇവിടെ നിൽക്കാൻ. ഒരു പണി എടുക്കാനായിട്ടല്ല പോലെ ഒന്ന്. ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു. പക്ഷെ നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ആവാനായി തോന്നുന്നു. കിടക്കാനും പറ്റൂല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞേ കിടക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും പറയാം. കടന്നുറങ്ങുന്ന ഫസ്റ്റ് നമുക്ക് ചെയ്യാലൊക്കെ. നമുക്ക് നേരം കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. ഇപ്പോൾ നമ്മൾ ഊണിന് ചേർത്തുണ്ട്. ഇപ്രാവശ്യം നമ്മളെ വന്നത് ക്രീപ്പറാണ് ഗൈസ്. ഞാൻ മരം വെട്ടാനായിട്ട് പോയതേന്. മരം വെട്ടാനായിട്ട് പോയതെന്ന് വെച്ചാൽ കോടാര് 3 കോടാലുണ്ടായിന്. ആ 3 കോടാലും പൊട്ടി. ഞാൻ വേറെ കോടാലി ഉണ്ടാക്കിയാണ് ഞാൻ പോയതാണ്. ആ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ച് കിടന്ന് ഞാൻ കണ്ടില്ല ക്രീപ്പർ ഇന്ന കണ്ടതും ആള് പൊട്ടിയെടുത്തറച്ച്. എന്തൊരു കഷ്ടമാണ് നോക്കിയ. ഞാൻ മരത്തിലെ നോക്കി ഞാൻ എങ്ങനെ കയറും? ഞാൻ നല്ല ഒരു കട സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചാണ് പോയിക്കഴിഞ്ഞു. മരം വെട്ടിയാണ്ട് നേരം വെളുത്താലും സൗകര്യമില്ല, രാത്രി ആയാലും സൗകര്യമില്ല ഇവരെ കൊണ്ട്.
നോക്കിയപ്പോൾ അവിടെ ആകെ കൊണ്ടും മുഞ്ചായി. ഏതാനും ഇതൊക്കെ വെട്ടി നേരത്തെ അല്ല തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു പണി എടുക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊച്ചും മണ്ണുണ്ടാക്കി എങ്ങനെ ചെയ്യാൻ. ഞാനിവിടെ കാണുമ്പോ തന്നെ ഈ ക്രീപ്പറൊക്കെ എങ്ങനെയാലും ഒഴിവാക്കാൻ പറ്റിയ ഈ ഒരു കളിയിൽ നിന്ന്. ബാക്കി 2 കോടാലി കാണാനില്ല. ഇപ്പൊ അങ്ങോട്ട് പോയാവോ? മൂന്ന് കോടാലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ 2 കാണാനില്ല. അതൊക്കെ അങ്ങോട്ട് തീർച്ച കാണാൻ പറ്റുന്നു. ക്രീപ്പർ ഉണ്ടായിരുന്നു. ക്രീപ്പർ കാരണം ഇപ്പം ഇനി പണിയും ഒന്നും നടക്കൂല. ഇപ്പം ഇതിപ്പോൾ എങ്ങോട്ടാ പോയതൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി കിട്ടാല്ലേ 2 കോടാലി നമുക്ക് കിട്ടാല്ലേ. 2 കോടാലി ഇപ്പം അങ്ങോട്ട് പോയത്. എന്തോ ഒരു കഷ്ടം നോക്കി ഗൈസ്. ക്രീപ്പറുകളൊക്കെ ഒഴിവാക്കാനായിരിക്കുന്നു. മൈൻക്രാഫ്റ്റ് ഈ ക്രീപ്പറുകളൊക്കെ ഒഴിവാക്കാനായിരിക്കും ഗൈസ്. ഒരു സമാധാന സ്വസ്ഥതയും തരില്ല പണ്ടാർത്ഥങ്ങൾ. ഇനി വീണ്ടും ഉണ്ടാക്കട്ടെ കോടാലി. അതുമായിട്ട് അങ്ങോട്ടേ പോണത്. ബാക്കിയെല്ലാം നമ്മളെ കയ്യിലുണ്ട്. 3 കോടാലി മാത്രമേ നമ്മളെ കയ്യിലില്ല. അപ്പോൾ ആണ് ഒരു പണിയൊന്നും നടന്നില്ലെന്ന്. ബാക്കി പണിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്കെന്ത് ചെയ്യാം? കണ്ടോ, ഒരു പണിയെടുക്കാൻ സ്വസ്ഥത തരില്ല. ഇനി ഇവരല്ലേ എങ്കിൽ വേറെയുള്ള ആൾക്കാർ. എന്നാലും എന്തോ ഒരു കഷ്ടപ്പത്. ക്രീപ്പറിന്റെ വേറെ എന്തെങ്കിലും നോക്കിയാ ഇപ്പോൾ ഓരോന്ന് സ്പോണായി വരുന്നു കോടാലി. ഇത്രയും നേരം ഇവിടെ നോക്കിയിട്ട് കണ്ടില്ലേ ഞാൻ. ഇപ്പം എവിടുന്നാണോ അത്ര അടുത്ത് പ്രത്യക്ഷപ്പെട്ടതാവോ ഇവിടുന്ന്? ഇപ്പോൾ ഇത് എവിടുന്നാണ് സ്പോൺ ആയതാവത്? വല്ലാത്ത കഷ്ടപ്പാടാണ് കേസ് ഇതൊക്കെ അവിടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും ബാക്കി പണി നോക്കട്ടെ. നോക്കുക കേസ്, നമ്മൾ വെട്ടുപോ അടിയിലേക്ക് ഇറങ്ങി നമ്മൾ വെട്ടുപോ. മന്ത്രവാദി ഉണ്ട്, സ്കെൽട്ടൻ ഉണ്ട്, സോംബി ഉണ്ട്. എന്തോ അത് പിന്നെ 50 മില്ലും കൊണ്ട്. ഓക്കെ, എന്തൊരു കഷ്ടം നോക്കി ഗൈസ്. എനിക്കൊരു വിധി പറയാം. നമുക്ക് ഇങ്ങനെ അല്ലാതെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല.
വെള്ളത്തൊക്കെ ഇറങ്ങിയാൽ ഇനി പ്രശ്നം ഉണ്ടാവും എനിക്കറിയില്ല ഇനി. കാരണം അവിടേക്ക് ഇറങ്ങിയാൽ സോംബികൾ ഇവിടെ ആരാ അറ്റാക്ക് ഇട്ടുണ്ടായിരിച്ചു. ഏറ്റവും നേരെ വെള്ളത്തേക്ക് ആടി. ഓ കാണാതെ കണ്ടില്ല. അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേനും സോംബികളും കടിച്ചും ചെയ്യും കേസ്. അപ്പോൾ ജീവനോടെ തിരിച്ചുണ്ടാവും നമുക്ക്. സ്റ്റോപ്പ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ജീവനോടെ ഇവിടെ തിരിച്ചെത്തി. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ തൊട്ട് തന്നെ ചിലപ്പോൾ ക്രീപ്പർ ഉണ്ടാവും. ഈ പാവം വില്ലേജർ അയങ്കോടൊക്കെ ഉണ്ടാക്കിയ പെര പോവും. അയങ്കോളം പറയാൻ കാരണം എന്താ വെച്ചാൽ ചില വീടുകൾ ഇങ്ങനെ ചില വീടുകൾ ഉണ്ടാക്കിയതാണോ ആർക്കില്ല അറിയില്ല. പിന്നെ അയങ്കോളം പിന്നെ വില്ലേജറൊക്കെ കൂടി ഇതേമാതിരിയൊക്കെ ഓരോ പെര ഉണ്ടാക്കുന്നത് അങ്ങനെ കണ്ടിരുന്നു ഓരോ യൂട്യൂബ് ചാനലൊക്കെ. അതായിട്ട് ഞാനങ്ങനെ പറഞ്ഞു. ഓക്കെ ഗൈസ്.